ആ പേരിൽ തന്നെയുണ്ട് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി കമ്പൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതൊന്ന് RPF കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ആൻഡ് നമ്മൾ ടെൻറ്റേറ്റീവ് ആയിട്ട് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2019 ആ ടൈമിൽ വന്നപ്പോൾ RPF കോൺസ്റ്റബിളിന് വന്നിരുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതും നമ്മുടെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രി SSC RRBയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് അല്ലേ. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റിനായിട്ട്. സോ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ റെയിൽവേസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നോരോന്നായിട്ട് 1 by 1 വന്നുകൊണ്ടിരിക്കുകയാണ്. ALP ആൻഡ് ടെക്നീഷ്യൻസ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി തൊട്ട് റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചിട്ട് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. സോ നെവർ മിസ് ദിസ് വീഡിയോ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, സോ വിതൗട്ട് എനി ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, RPF കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട്, ഈവൻ ഒരു പാസ്റ്റ് 2 months ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് റെയിൽവേ അവരുടെ നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ആൻഡ് റെയിൽവേ മിനിസ്ട്രി ഒരു ഒഫീഷ്യൽ വീഡിയോയിൽ ഒരു ന്യൂസ് ക്ലിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇനി തൊട്ട് റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നമ്മളിങ്ങനെ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യമില്ല, അത് ആനുവലി ആക്കുകയാണ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഇനി തൊട്ട് ആനുവലി കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊരു ഗ്രേറ്റ് ന്യൂസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അത്രയും റെലവൻ്റ് ആണ്. ഇനി തൊട്ട് ആനുവലി തന്നെ ആയിരിക്കും റെയിൽവേസ് റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് റെയിൽവേ കലണ്ടർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ കലണ്ടർ ആദ്യമായിട്ടാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കലണ്ടർ നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും അതുപോലെ തന്നെ IBPS നിങ്ങൾക്ക് അറിയാം, ബാങ്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയും. ഈ 2 എക്സാമിനേഷൻസിനാണ് ഒരു പെർഫെക്റ്റ് കലണ്ടർ ഉള്ളത്. കലണ്ടർ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈ 2 എക്സാമിനേഷൻസും സ്പെഷ്യലാണ്. കാരണം നമ്മൾ ഒരുപാട് നാൾ നോട്ടിഫിക്കേഷനായിട്ട് കാത്തിരിക്കേണ്ടതായിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തോളം 10 മാസത്തോളം എക്സാമിനേഷനായിട്ട് കാത്തിരിക്കേണ്ടിയില്ല. ഓക്കെ, എക്സാം പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞ് വിത്തിൻ 20 days ആണ്, അല്ലെങ്കിൽ വിത്തിൻ 1 month ആണ് റിസൾട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മെയിൻസിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ മെയിൻസിൻ്റെ റിസൾട്ട് വരുന്നു, അപ്പോയിൻമെൻ്റ് ആകുന്നു. ഒരു ടൈം ബൗണ്ടഡ് ആയിട്ടാണ്. ഓക്കെ, അതായത് ഒരു പെർഫെക്റ്റ് ഇതിലാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. ആൻഡ് മോർ ഓവർ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ എത്ര വേക്കൻസി അതിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ടാവും അല്ലേ. അല്ലാതെ വേക്കൻസി ഇല്ലാതൊരു നോട്ടിഫിക്കേഷൻ വരിക, ഒരു റാങ്ക് ലിസ്റ്റ് വരിക, റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് പേരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക, അവസാനം ആ റാങ്ക് ലിസ്റ്റിന് ഒരു 3 വർഷം 4 വർഷം കാലാവധി ഇടുക, എന്നിട്ട് അതിൽ നിന്ന് വിളിച്ചാൽ വിളിച്ചു ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ അതുപോലത്തെ സിനേറിയോ ആണ് നമ്മളുടെ എല്ലാ സ്റ്റേറ്റിൻ്റെയും PSCസിൽ കാണുന്നത്. പക്ഷേ ഇത് ഒരു ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഫിക്സഡ് വേക്കൻസീസ് ആയിരിക്കും. അതവർ നോട്ടിഫിക്കേഷൻ ടൈമിൽ എത്ര വേക്കൻസീസ് ഉണ്ടോ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. അത്രയും പേരെ തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. 2000 ആണ് വേക്കൻസി എങ്കിൽ 2000 പേരായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുക. അത്രയും പേരും സൂൺ തന്നെ സെലക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, ആ ഒരു സിനേറിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. സിമിലർലി റെയിൽവേ എക്സാമിനേഷൻസിനും അങ്ങനെ തന്നെയാണ്. ഇനി തൊട്ട് SSC പോലെയും IBPS പോലെയും വെൽ ഓർഗനൈസ്ഡ് ആകാൻ പോവുകയാണ് റെയിൽവേ എക്സാമിനേഷൻസ്. അത് ആനുവലി എല്ലാ വർഷവും നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് റെയിൽവേസ് കലണ്ടർ റിലീസ് ചെയ്തിരിക്കുന്നത്. ആ കലണ്ടറിൽ നമുക്കറിയാം, ലേറ്റസ്റ്റ് ആയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് നമ്മളുടെ NTPC നോട്ടിഫിക്കേഷൻ്റെ കാര്യം. റെയിൽവേ ബാക്കി എല്ലാ എക്സാംസിനെ വെച്ചും കമ്പയർ ചെയ്യുമ്പോൾ NTPC എക്സാമിനേഷൻ ഒരുപാട് നല്ലതാണ്. കാരണം അതിൽ വരുന്ന പോസ്റ്റുകൾ അത്രയും അടിപൊളിയാണ്. കാരണം ടെക്നിക്കൽ ഫീൽഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ് റോൾ ആണെങ്കിലും അത്ര ഇൻട്രസ്റ്റിംഗ് ആകണം എന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കൈൻഡ് ഓഫ് വർക്ക് എൻവയോൺമെൻറ്റ് ആകണം എന്നില്ല ടെക്നിക്കൽ വരുമ്പോഴത്തേക്കും. അതേസമയത്ത് ഒരു നോൺ ടെക്നിക്കൽ, ആ പേരിൽ തന്നെയുണ്ട് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി കമ്പൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതൊന്ന് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് എന്താ പറയുക വർക്ക് ലൈഫ് ബാലൻസ് അവിടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. മോർ ഓവർ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണ്.
നല്ല സാലറിയാണ്. റെയിൽവേയിലെ ഏതൊരു ജോലിക്കും കിട്ടുന്ന എല്ലാ അലവൻസസും NTPC പോസ്റ്റുകൾക്കുണ്ട്. കുറച്ചുകൂടെ നമുക്കൊരു സൊസൈറ്റി ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വരുന്ന കൈൻഡ് ഓഫ് ജോബ് റോൾ, ലൈക്ക് സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക്, അതുപോലെ അങ്ങനത്തെ ഉള്ള പോസ്റ്റുകളെല്ലാം തന്നെ NTPC കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രൊഫൈൽ തന്നെയായിരിക്കും NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് റെയിൽവേ കണ്ടക്ട് ചെയ്യുന്നതാണ് RPF എന്ന് പറയുന്നത്. അതായത് റെയിൽവേ പോലീസ് ഫോഴ്സിൻ്റെ കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്. ഒരു ഫോഴ്സിലേക്കൊക്കെ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതും റെയിൽവേയിൽ ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് സബ് ഇൻസ്പെക്ടർ ആൻഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഈ സെയിം നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ സെൻട്രൽ ഗവൺമെൻറ് ലെവലിൽ നിങ്ങൾ ഫോഴ്സിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് GD കോൺസ്റ്റബിൾ വരുന്നുണ്ട്. ഈ 2024 ഈ 2 റിക്രൂട്ട്മെൻറ്റ് SSC കണ്ടക്ട് ചെയ്യും. സൂൺ നമുക്ക് ഡൽഹി പോലീസിൻ്റെ SI ആൻഡ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം, സൂൺ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മേ ബി ദിസ് മന്ത് ഇറ്റ് സെൽഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അപ്പോൾ ഞാൻ പറഞ്ഞത് കലണ്ടറിൻ്റെ കേസാണ്. ആ കലണ്ടർ അനുസരിച്ച് നമുക്ക് NTPCയുടെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. NTPCയുടെ നോട്ടിഫിക്കേഷൻ ജൂലൈ സെപ്റ്റംബറിൽ ഉറപ്പായിട്ടും വരും. അത് 100% ഷ്യൂറിറ്റിയാണ്. ആൻഡ് അതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ഈ ഇയർ തന്നെ കണ്ടക്റ്റഡ് ആവും. സൂൺ നമ്മളുടെ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് ഹാഫോട് കൂടി തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് NTPCയുടെ കംപ്ലീറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് RPFൻ്റെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് വന്നൊരു അപ്ഡേറ്റ് ആണ്. RPFിൽ 2 തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? RPFിൻ്റെ കോൺസ്റ്റബിളും ഉണ്ട്, സബ് ഇൻസ്പെക്ടറും ഉണ്ട്. കുറച്ച് കൂടുതൽ വേക്കൻസീസ് വരിക കോൺസ്റ്റബിളിനായിരിക്കും, സബ് ഇൻസ്പെക്ടറിന് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കോൺസ്റ്റബിളിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത 10th ആണെങ്കിൽ സബ് ഇൻസ്പെക്ടറുടെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. എനി സ്ട്രീമിൽ ഡിഗ്രി പഠിച്ചവരായിക്കോട്ടെ നിങ്ങൾക്ക് RPF സബ് ഇൻസ്പെക്ടറുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ അത്രയ്ക്കും റെപ്യൂട്ടേഷൻ കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് RPF SI ആൻഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നൊരു ക്ലിപ്പിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ വ്യക്തമായിട്ടും അവർ പറയുന്നുണ്ട് RPFിൻ്റെ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് പറയുന്നത്. സബ് ഇൻസ്പെക്ടർ പോസ്റ്റും കോൺസ്റ്റബിൾ പോസ്റ്റും വന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പറയുന്നത് 15/4/2024 അതായത് ഏപ്രിൽ 15 നോട്ടിഫിക്കേഷൻ വരും എന്നൊരു അപ്ഡേറ്റ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ബേസിസിലും റെയിൽവേ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും വിളിക്കുന്നുണ്ട്, ലൈക്ക് അടുപ്പിച്ച് തന്നെ വിളിക്കുന്നുണ്ട്. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ തന്നെ, മെയ്ക്ക് മുൻപായിട്ട് RPFിൻ്റെ ഭാഗത്തിൽ നിന്നും നമുക്കൊരു അപ്ഡേറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. RPFിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ വർഷം തന്നെ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ സെയിം എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ അതേപോലെ തന്നെ ടെൻറ്റേറ്റീവ് എന്നാണോ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ്, അതുപോലത്തെ സെയിം ഡേറ്റ് 1-2 ദിവസത്തിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാകും. ആ സെയിം ഡേറ്റ് തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിലും കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതുമായിട്ടൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ നമുക്ക് വന്നിരിക്കുന്നത് നമ്മളുടെ RPF കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ അഡ്വർടൈസ്മെൻ്റ് ആണ്. സോ സിമിലർലി നമുക്ക് ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഇതിനോടടുത്ത് തന്നെ RPFിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് ALPയുടെ കേസ് കമ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതാണ്, അത് തന്നെയാണ് ചാൻസ് കൂടുതലും. ഓക്കെ, ഈ വർഷം എന്തായാലും ഒരു അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ആൻഡ് ഇതിൻ്റെ സെലക്ഷൻ സ്റ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സിംഗിൾ ടയർ എക്സാം ആണ്. ഈ ഫോഴ്സിലേക്കുള്ള ഈ ഒരു എക്സാമിന് നമുക്ക് പ്രിലിംസും മെയിൻസും ഒന്നും എഴുതേണ്ട കാര്യമില്ല, ഒരൊറ്റ എക്സാം ആണുള്ളത്. ഈ എക്സാം എഴുതി നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ ഏകദേശം 80% ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് പ്രിലിംസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഓക്കെ, അത് റെയിൽവേ പോലീസ് ഫോഴ്സ് ആയിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അതേസമയം നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് RPF ആയിരിക്കില്ല, RRB ആയിരിക്കും, അതായത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ പ്രിലിംസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾക്കുള്ളതാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്. ഓക്കെ, ആ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നത് റെയിൽവേ പോലീസ് ഫോഴ്സ് ആയിരിക്കും. അതും കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് സെലക്ഷൻ സ്റ്റേജസ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ.
ആൻഡ് നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2019 ആ ടൈമിൽ വന്നപ്പോൾ RPF കോൺസ്റ്റബിളിന് വന്നിരുന്ന ടോട്ടൽ വേക്കൻസി 4216 അതിലും നിങ്ങൾക്കിവിടെ ബൈഫക്കേഷൻ കാണാൻ സാധിക്കും ഓരോ കാസ്റ്റിനും എത്രയായിരുന്നു എന്നുള്ളത്. ജനറലിന് 3137, SCക്ക് 531, ST 284, OBC 451. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ 4403 വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് മെയിൽസിൻ്റെ ആണ്. ഫീമെയിൽസിന് ഇതുപോലെ വരുമ്പോഴത്തേക്കും 4216 ഫീമെയിൽസിന് വന്നിരുന്നത്. സോ ടോട്ടൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ കോൺസ്റ്റബിളിൻ്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് ഏകദേശം 8500 ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടും കൂടെ ചേർക്കുമ്പോഴത്തേക്കും 8500 വേക്കൻസി RPF കോൺസ്റ്റബിളിനുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് നമ്മളിനി സബ് ഇൻസ്പെക്ടർ നമുക്കൊന്ന് നോക്കാം. സബ് ഇൻസ്പെക്ടറുടെ ടോട്ടൽ വേക്കൻസീസ് വരുന്നത് മെയിൽസിന് 818 ഫീമെയിൽസിന് 301 അപ്പോൾ ടോട്ടൽ ക്ലോസ് ടു 1000 അടുത്ത വേക്കൻസീസ് RPF സബ് ഇൻസ്പെക്ടറിന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഇത്രയും വർഷത്തിന് ശേഷം വരുന്നൊരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സിന് അടുത്തായിട്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് ഈ നമ്പേഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ ഇതിനടുത്തായിട്ട് തന്നെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് വേക്കൻസീസ് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വേക്കൻസി എന്ന് പറയുന്നത് 2250 റെയിൽവേയുടെ ഇതിനു മുമ്പ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നൊരു നോട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വേക്കൻസീസ് പറയുന്നത്. സോ വേക്കൻസീസ് പറയുകയാണെങ്കിൽ കോൺസ്റ്റബിൾ 2000 സബ് ഇൻസ്പെക്ടർ 250. ഓക്കെ, അങ്ങനെ കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 2250 വേക്കൻസീസ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ റെയിൽവേയിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വന്നിരുന്ന ഒഫീഷ്യൽ നോട്ടീസ് എന്ന് പറയുന്നത്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദ കറന്റ് റൗണ്ട് ഓഫ് റിക്രൂട്ട്മെന്റ് ഇസ് ബീങ് ഡൺ ഫോർ ഫില്ലിംഗ് അപ്പ് ഓഫ് വേക്കൻസീസ് ഓഫ് 2000 ഇൻ ദ റാങ്ക് ഓഫ് കോൺസ്റ്റബിൾ ആൻഡ് വേക്കൻസീസ് ഓഫ് 250 ഇൻ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ ഇൻ RPF ആൻഡ് RPFS SF. ഓക്കെ, അതായത് 2000 വേക്കൻസിയാണ് പറയുന്നത് കോൺസ്റ്റബിൾ റാങ്കിന്, 250 വേക്കൻസിയാണ് പറയുന്നത് സബ് ഇൻസ്പെക്ടർ റാങ്കിന്. അത് എവിഡൻ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ആൻഡ് മോർ ഓവർ മറ്റൊരു കാര്യം പറയുന്നത് 10% ഓഫ് ദ വേക്കൻസീസ് ഷാൽ ബി റിസർവ് ഫോർ എക്സ് സർവീസ്മാൻ ആസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻസ്ട്രക്ഷൻസ്. അതിൽ 10% റിസർവേഷൻ ഉണ്ട്, അത് എക്സ് സർവീസ് മാൻ ആയിരിക്കും ആ റിസർവേഷൻ പോവുക. ആൻഡ് 15% ആണ് വുമൻസിന് വരുന്ന റിസർവേഷൻ എന്ന് പറയുന്നത്. സോ എവിഡൻ്റ് ആണ്, വേക്കൻസീസ് ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്. ഈ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, 100% ഉറപ്പാണ്. എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്ന അഡ്വർടൈസ്മെൻറ്റും കൂടെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏപ്രിലിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് RPFനെ ബേസ് ചെയ്തൊരു അപ്ഡേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഓൺലൈൻ എക്സാം ആണ്, കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആണ്. 0.33 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. റെയിൽവേ എക്സാമിനേഷൻസ് എഴുതുന്നവർക്ക് അറിയായിരിക്കും, റെയിൽവേ എക്സാമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്നൊരു സെക്ഷനേ ഇതിലില്ല. നമുക്കറിയാം ഇംഗ്ലീഷ് ഡിഫിക്കൽട്ടായിട്ട് വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സും ഉണ്ട്. ഈവൻ ഇംഗ്ലീഷ് നല്ലോണം അറിയാവുന്ന കാൻഡിഡേറ്റ്സിന് പോലും ഒരു കോമ്പറ്റീവ് എക്സാമിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൺഫ്യൂസിങ് ആയിരിക്കും. അവർക്ക് ഇപ്പോൾ 30 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്നുണ്ടെങ്കിൽ 30 അറ്റൻഡ് ചെയ്തെങ്കിൽ 30-ൽ 30 കിട്ടുമെന്ന് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഇംഗ്ലീഷിൽ എത്ര എഫിഷ്യൻ്റ് ആണെങ്കിലും. കാരണം ഇംഗ്ലീഷ് ഇസ് എ പ്രോബബിലിറ്റി. നമുക്ക് ക്വാൻസ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ 15 എണ്ണം ചെയ്തു, 15 എണ്ണത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് കിട്ടി, 15ഉം കറക്റ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും 100% ആക്യുറസിയോടുകൂടി. പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. പല ഓപ്ഷൻസും കാണുമ്പോൾ A ആയിരിക്കാം, C ആയിരിക്കാം, അങ്ങനെ 2 ഓപ്ഷൻസിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് എക്സാം ആൻഡ് മോർ ഓവർ ഇറ്റ്സ് എൻ എലിമിനേഷൻ പ്രോസസ്സ് അല്ലേ. സോ ഇംഗ്ലീഷ് പാടായിട്ടുള്ളവർക്ക് ഇതൊരു വളരെ വലിയൊരു ബൂണാണ്. കാരണം അഡ്വാൻറ്റേജ് തന്നെയാണ്, ഇംഗ്ലീഷ് എന്നൊരു സെക്ഷനേ ഇല്ല. സോ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എഴുതാൻ സാധിക്കുന്ന എക്സാമാണ്. ഇവൻ നമ്മുടെ സ്റ്റേറ്റ് PSCസിൽ പോലും ഇംഗ്ലീഷ് ഉണ്ട്, ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു സെക്ഷനേ ഇല്ല. സോ ഉറപ്പായിട്ടും നിങ്ങൾ റെയിൽവേ എക്സാമിനേഷൻസ് എഴുതുക, കാരണം സെലക്ട് ആവാനുള്ള ചാൻസ് അത്രയും കൂടുതൽ തന്നെയായിരിക്കും. ഓക്കെ, GKയിൽ നിന്ന് 50 ചോദ്യങ്ങൾ 50 മാർക്ക്, മാത്സിൽ നിന്നും 35 ചോദ്യങ്ങൾ 35 മാർക്ക്, റീസണിങ്ങിൽ നിന്നും 35 ചോദ്യങ്ങൾ 35 മാർക്ക്. അങ്ങനെ ആകെ മൊത്തം 100 ചോദ്യങ്ങൾ 100 മാർക്കിനാണ്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് ആയിരിക്കും വരിക. ഇതാണ് ഒരു എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എക്സാമിനേഷൻ പാറ്റേൺ. ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. ലൈക്ക് നമുക്ക് 100 മീറ്റർ റേസ് ഉണ്ട്, നോട്ട് 100 മീറ്റർ, 1600 മീറ്റർ റേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ആയിട്ടാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറയുന്നത്. കോൺസ്റ്റബിളിന് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, സബ് ഇൻസ്പെക്ടറിനും ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ കോൺസ്റ്റബിളിൻ്റെ വരുന്നത്
കോൺസ്റ്റബിൾ മെയിൽസിന് ആൺകുട്ടികൾക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 5 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് 1600 മീറ്റർ റേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ലോങ് ജമ്പ് വരുന്നുണ്ട്, 14 ഫീറ്റ് ആണ്. ഹൈ ജമ്പ് 4 ഫീറ്റ് ആണ്. ഫീമെയിൽസിനാണെങ്കിൽ 3 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് 800 മീറ്റർ റേസ് ആണ് കവർ ചെയ്യേണ്ടത്. അവർക്ക് 9 ഫീറ്റ് ആണ് ലോങ് ജമ്പിൻ്റെ റിക്വയർമെൻറ്റ്, 3 ഫീറ്റ് ആണ് ഹൈ ജമ്പിൻ്റെ റിക്വയർമെൻറ്റ്. ഇനി കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫീമെയിൽസിന് 4 മീറ്റർ ആണ്, 4 മിനിറ്റ് കൊണ്ട് 800 മീറ്റർ റേസ് ആണ് വരുന്നത്. ലോങ് ജമ്പ് 9 ഫീറ്റും ഹൈ ജമ്പ് 3 ഫീറ്റും ആണ്. കോൺസ്റ്റബിൾ മെയിൽസിന് 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് 1600 മീറ്റർ റേസ് ആണ്. ലോങ് ജമ്പ് 12 ഫീറ്റ് ആണ്. ഹൈ ജമ്പ് 3 ഫീറ്റ് 9 ഇഞ്ചസ് ആണ്. ഓക്കെ, ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ OBC ജനറൽ കാറ്റഗറീസിന് ഹൈറ്റ് പറയുന്നത് 165 ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157ഉം. SC ST ആണെങ്കിൽ മെയിൽസിന് 160, ഫീമെയിൽസിന് 152 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത്. ചെസ്റ്റ് എക്സ്പാൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മെയിൽസിന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഫീമെയിൽസിന് ചെസ്റ്റ് എക്സ്പാൻഷൻ കൺസിഡർ ചെയ്യുന്നില്ല. മെയിൽസിൻ്റെ ജനറൽ ആൻഡ് OBCക്ക് 80 ആണ് അൺഎക്സ്പാൻഡഡ് പറയുന്നത്, വിത്ത് എക്സ്പാൻഷൻ 85 ആണ്. ഓക്കെ, SC ST അൺഎക്സ്പാൻഡഡ് 76.2ഉം വിത്ത് എക്സ്പാൻഷൻ 81.2 ആണ് പറയുന്നത്. അതാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടീസിൽ പറയുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഡിഗ്രി ഡിഗ്രി ഉള്ളൊരു കാൻഡിഡേറ്റ് ആണ്, SI പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിഗ്രിയുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും വേണം. നിങ്ങളുടെ വാലിഡ് ID പ്രൂഫ് വേണം. അത് ആധാർ ആകാം, പാൻ കാർഡ് ആകാം, എനിത്തിങ്. നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഒരു 3 to 4 ഫോട്ടോഗ്രാഫ്സ് വേണം. ആൻഡ് നിങ്ങളുടെ ഡിഗ്രിയിലെ എല്ലാ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലൈക്ക് SSLCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഇതിൻ്റെ എല്ലാ ഒറിജിനൽസും അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസുമായിട്ട് DVക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത്രയാണ് DVയുടെ കാര്യം പറയുന്നത്. ഏജ് എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിളിന് 18-നും 25-നും ഇടയ്ക്കാണ് പ്രായപരിധി വരുന്നത്. സബ് ഇൻസ്പെക്ടറിന് 20-നും 25-നും ഇടയ്ക്കാണ് പ്രായപരിധി വരുന്നത്. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിളിന് 40,000 സ്റ്റാർട്ടിങ്, ആൻഡ് ദെൻ ഇൻഹാൻസ് സാലറി സബ് ഇൻസ്പെക്ടർക്ക് 52,000 ആണ്. ഇൻക്ലൂഡിങ് ഇത് സാലറി മാത്രമാണ്, അലവൻസസും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിലും കൂടുതൽ തന്നെയായിരിക്കും വരിക. ഓക്കെ, നിങ്ങളുടെ എക്സാമിനേഷൻ ഫീസ് പറയുന്നുണ്ട്. ജനറൽ OBC EWSന് 500 റുപ്പീസും SC ST ആൻഡ് ഫീമെയിൽസിന് 250 റുപ്പീസുമാണ് വരുന്നത്. ഓക്കെ, എനിക്ക് ഇതിൽ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് മാർച്ച് 13-ാം തീയതി, ഓക്കെ, മാർച്ച് 13-ാം തീയതി ജസ്റ്റ് നിങ്ങൾ ഈ ഡേറ്റ് ഒന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുക. മാർച്ച് 13-ാം തീയതി എൻട്രി നിങ്ങൾക്കായിട്ട് ഒരു സൂപ്പർബ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെബിനാർ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളുടെ SSC RRB എക്സാമിനേഷൻസിൽ 10+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള റിജിൻ സർ ആയിരിക്കും നമ്മളുടെ വെബിനാർ എടുക്കുക. ഓക്കെ, സാറ് ഈ RPF ബേസ്ഡ് ആയിട്ടായിരിക്കും വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടാകുക. അതായത് വെബിനാറിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് RPF റെയിൽവേ പോലീസ് ഫോഴ്സ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഇതിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ സാറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് സിലബസ്, എങ്ങനെ പഠിക്കണം, എന്ത് സ്റ്റഡി ടേബിൾ ഫോളോ ചെയ്യണം, എന്ത് സ്റ്റഡി പ്ലാൻ ചെയ്താൽ, ഏത് സ്റ്റഡി പ്ലാൻ വർക്കൗട്ട് ആയാലും നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കും, മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എന്താണ്, എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, മാത്സിൻ്റെ സ്ട്രാറ്റജി എന്താണ്, റീസണിങ്ങിൻ്റെ സ്ട്രാറ്റജി എന്താണ്, ജനറൽ അവയർനെസ്സിൻ്റെ സ്ട്രാറ്റജി എന്താണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും സെലക്ഷൻ്റെ കാര്യങ്ങളും എവറിത്തിങ്, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് റോൾ എല്ലാം തന്നെ സാറ് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ വെബിനാറിൽ നിങ്ങൾ ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. എന്നിട്ട് വെബിനാർ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, സോ ഡു രജിസ്റ്റർ ഫോർ ദിസ് ഫ്രീ വെബിനാർ. മൂവിങ് ഓൺ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ദിസ് ഈസ് എ റൈറ്റ് ടൈം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സിലബസ് എല്ലാം കവർ ചെയ്യാനായിട്ട് ഉള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവും. അതിനായിട്ട് എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ട്. എൻട്രി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് സൂപ്പർ 30 ബാച്ചസ്. നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ RRB NTPC സൂപ്പർ 30 ബാച്ചസ്. ആ ബാച്ചസ് എല്ലാം തന്നെ റണ്ണിങ് ആണ്. നമുക്ക് ഒരുപാട് അഡ്മിഷൻസ് ആണ് RRB NTPC സൂപ്പർ 30 ബാച്ചിലേക്ക് വന്നിരിക്കുന്നത്. കാരണം മുൻപ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ബാച്ചസ് പോലെ അല്ല, ഈ ബാച്ചുകളിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. RRB NTPC സൂപ്പർ 30 ബാച്ചിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. സിമിലർലി നമ്മൾ RPFൻ്റെയും ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സൂപ്പർ 30 ബാച്ചസ്. എന്താണ് ഈ സൂപ്പർ 30? എന്താണ് അതിൻ്റെ പ്രത്യേകത? സൂപ്പർ 30 മീൻസ് ഒരു ബാച്ചിൽ 30 സ്റ്റുഡൻസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ 30 പേരെയും
സെലക്ഷനിലേക്ക് എത്തിക്കുക, 30 പേർക്കും സെലക്ഷൻ എൻഷുർ ചെയ്യുക എന്ന എയിമോട് കൂടി എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ സൂപ്പർ 30 ബാച്ച്. മാത്രമല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നൊരു എയിമും കൂടി ഇതിനുണ്ട്. അതായത് മെൻറ്റർഷിപ്പ് ഇൻഡിവിജ്വലി പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് ഒരു ബാച്ചിനൊരു മെൻറ്റർ എന്നുള്ളൊരു പ്രോഗ്രാമും ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് ഉണ്ട്. ഒരാൾക്ക് ഒരു മെൻറ്റർ എന്ന രീതിയിലൊരു മെൻറ്റർഷിപ്പ് ഉണ്ട്. മെൻറ്റർഷിപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം എക്സാം ടൈം വരെയും നിങ്ങൾക്ക് 24/7 നിങ്ങൾക്ക് എന്ത് ഡൗട്ട് എപ്പോൾ ഉണ്ടായിക്കോട്ടെ, അത് എക്സാം റിലേറ്റഡ് ആയിക്കോട്ടെ, ടോപ്പിക് റിലേറ്റഡ് ആയിക്കോട്ടെ, പഠിക്കുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ അത് കിട്ടാത്തതായിക്കോട്ടെ, എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറിത്തിങ് ടു ദ കോർ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട് ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ഒരാളിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അല്ലേ? അതാണ് സൂപ്പർ 30 ബാച്ചസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് മോർ ഓവർ നമ്മുടെ 1 ഇയർ ബാച്ചസ് ആണ് ഗോൾഡ് ബാച്ചസ് എല്ലാം. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 6 months, പിന്നീട് ഒരു 3 months, ലൈക്ക് 6-3-3 ഇങ്ങനൊരു സ്പ്ലിറ്റ് നമുക്ക് വരുന്നുണ്ട്. ഈ 6 മാസം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ടോപ്പിക്ക് പഠിപ്പിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരു അതായത് ബേസ് സ്ട്രോങ് ആക്കും. അത് കഴിഞ്ഞിട്ടൊരു മോഡറേറ്റ് ലെവലിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് പോകും. അപ്പം അറ്റ് എ ടൈം NTPC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ 6 months കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് തയ്യാറെടുക്കുന്നത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് മാത്രം വേണ്ടിയിട്ടായിരിക്കില്ല, മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും. എവറി ടോപ്പിക് 6 months ക്ലിയർ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടുള്ള 3 months എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വീക്ക് ഏരിയ ഫോക്കസിങ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സെക്ഷനായിട്ടാണ് നമ്മൾ അടുത്ത 3 മാസത്തിനെ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ വീക്ക് ഏരിയ ഫോക്കസിങ് ആണ് അവിടെ ചെയ്യുന്നത്. എല്ലാം പഠിച്ചു കഴിഞ്ഞാലും ആർക്കാണെങ്കിലും വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസും ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീക്ക് ഏരിയാസ് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് നിങ്ങളുടെ വീക്ക് ഏരിയാസിനെ സ്ട്രോങ് ആക്കി തരികയാണ് എൻട്രി അടുത്ത 3 months ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് 3 months എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ട് നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ട് സജ്ജരാക്കുകയാണ്. എക്സാം ഓറിയൻറ്റഡ് പ്രാക്ടീസാണ് ലാസ്റ്റത്തെ 3 months നടക്കുന്നത്. റിഗറസ് ആൻഡ് റെഗുലർ പ്രാക്ടീസ് ആയിരിക്കും ലാസ്റ്റത്തെ 3 months നടക്കുന്നത്. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾ കറണ്ട് എക്സാം പാറ്റേൺ എന്താണോ അതുപോലെ പ്രീവിയസ് ഇയർ ട്രെൻഡ് അനുസരിച്ചിട്ട് ഉള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിൻ്റെ അനാലിസിസും നിങ്ങൾ ചെയ്യുകയാണ്. ഇതിന് പുറമേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആപ്പിൽ എല്ലാ കോണ്ടൻസും എൻട്രി ആപ്പിൽ നിങ്ങളുടെ SSC RRBയിലെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഹൈലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ SSC RRB ട്രാക്ക് ഈസ് അണ്ടർ അപ്ഡേഷൻ എന്ന് പറയാം. ഓരോ ദിവസവും കണ്ടൻസ് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയി കൊണ്ടിരിക്കുന്നൊരു ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഹൈലി അപ്ഡേറ്റഡ് തന്നെയാണ് കോണ്ടൻസ് എല്ലാം. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഫ്രം ദെയർ. ഓക്കെ, സോ നമ്മുടെ കണ്ടൻസ് എല്ലാം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് അതിനനുസരിച്ചിട്ട് തന്നെ ഗോൾഡ് ബാച്ചിൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ബാച്ചിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു 90 days പ്ലാനിലാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ day 1 to day 90 നിങ്ങളൊരു സ്റ്റഡി പ്ലാനിലായിരിക്കും എൻട്രിയോടൊപ്പം പഠിച്ചു പോകുന്നത്. day 1 പഠിക്കേണ്ടതായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളുടെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളുടെ ആപ്പിൽ എൻട്രി ആപ്പിൽ ഓട്ടോമാറ്റിക്കലി ലോഡഡ് ആയിട്ട് വരുന്നതാണ്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. ആൻഡ് വീക്ക്ലി ഓൾമോസ്റ്റ് 4 to 5 ലൈവ് സെഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫാക്കൽറ്റീസ് വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കും ഒരു പർട്ടിക്കുലർ ടോപ്പിക്. അവരുമായിട്ട് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അതനുസരിച്ചായിരിക്കും പോകുന്നത്. ഡെയിലി പഠിക്കുന്ന ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമിനേഷൻസും നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ക്വയറീസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, നോട്ടിഫിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എൻട്രിയിൽ ഓഫർ ഡേയ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ഓഫർ ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രൈസ് കുറച്ച് ഈ സൂപ്പർ 30 ബാച്ചസിലേക്ക് എല്ലാം തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഓഫർ ഡേയ്സ് എന്നാണ്, ഓഫേഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ എല്ലാം ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്താൽ മതിയായിരിക്കും. ഓൺ ദി സ്പോട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, മാർച്ച് 13 രജിൻ സാർ കണ്ടക്ട് ചെയ്യുന്ന വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത്. RPF എക്സാമിനേഷൻസിൽ RPF കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടറിൽ എങ്ങനെ പഠിക്കണം, ലൈക്ക് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ഒരു വിഷൻ, എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം, എത്ര ദിവസം ഇനി മുൻപോട്ടുണ്ട്, അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് പറഞ്ഞു തരാനായിട്ടായിരിക്കും സാർ വരുന്നത്. സോ രജിസ്റ്റർ ഫോർ ദ ഫ്രീ വെബിനാർ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു.